നമസ്കാരം. ഇറാനിലെ പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള അലി ഖമേനിയുടെ വധത്തെ തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ മകനായ മുസ്തഫ ഖമേനിയെ പിൻഗാമിയായി പ്രഖ്യാപിച്ചത്. എന്നാൽ ഈ പിൻഗാമിയെക്കുറിച്ച് പിന്നീട് പുറത്തു വരുന്ന വാർത്തകളൊക്കെ തന്നെ അങ്ങേയറ്റം ദുരൂഹത നിറഞ്ഞതാണ്. കാരണം ഇയാൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് പോലും ഇപ്പോഴും ആർക്കും യാതൊരു ഉറപ്പുമില്ല. മുസ്തഫ ഖമേനി എവിടെയാണ് എന്ന ചോദ്യത്തിന് ഇനിയും ഇറാനിലെ ഉന്നത വൃത്തങ്ങളൊന്നും തന്നെ മറുപടി നൽകിയിട്ടുമില്ല. ഇറാനിലെ പരമോന്നത നേതാവായി ചുമതലയേറ്റിട്ടും എന്തുകൊണ്ടാണ് മുസ്തഫ ഖമേനി രാഷ്ട്രത്തെ ടെലിവിഷനിലൂടെ അഭിസംബോധന ചെയ്യാത്തത് എന്ന ചോദ്യവും അവിടെ ഉയരുന്നുണ്ടായിരുന്നു. ഇതിനെല്ലാം മറുപടി എന്ന വണ്ണമാണ് കഴിഞ്ഞ ദിവസം മുസ്തഫ ഖമേനിയുടെ ഒരു പ്രസ്താവന പുറത്തു വന്നത്. മുസ്തഫ ഖമേനി നേരിട്ട് പ്രസ്താവന നടത്തുകയായിരുന്നില്ല. മുസ്തഫ ഖമേനിയുടെ സന്ദേശം ഇറാനിലെ ഔദ്യോഗിക ടെലിവിഷനിലെ ഒരു വാർത്താ അവതാരകൻ വായിക്കുകയായിരുന്നു. എന്നാൽ ഈ വാർത്ത കണ്ട പലരും പറയുന്നത് ഈ പ്രസ്താവനയിലുടനീളം അക്ഷരത്തെറ്റുകൾ ധാരാളം ഉണ്ടായിരുന്നു എന്നാണ്. വളരെ ഉന്നത വിദ്യാഭ്യാസം ലഭിച്ചിട്ടുള്ള മുസ്തഫ ഖമേനി ഇത്തരത്തിൽ തെറ്റായ ഭാഷയിൽ ഒരിക്കലും ഒരു പ്രസ്താവന എഴുതുകയില്ല എന്നാണ് അവർ പറയുന്നത്. ഒരു പക്ഷേ ഇത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ എഴുതി കൊടുത്ത പ്രസ്താവന ആയിരിക്കാം എന്നാണ് പറയപ്പെടുന്നത്. അതേസമയം മുസ്തഫ ഖമേനിക്ക് എന്ത് സംഭവിച്ചെന്ന ചോദ്യത്തിന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാനിലെ ഔദ്യോഗിക മാധ്യമങ്ങൾക്ക് ഒരു കാര്യം സമ്മതിക്കേണ്ടി വന്നു: അദ്ദേഹം പരിക്കേറ്റ് ചികിത്സയിലാണ് എന്ന്. എന്നാൽ മുസ്തഫ ഖമേനി എവിടെയാണ് ചികിത്സയിൽ കഴിയുന്നത് എന്നുള്ള കാര്യം ഒന്നും തന്നെ അവർ പുറത്തുവിട്ടിരുന്നില്ല. അത് ഒരുപക്ഷെ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സുരക്ഷാ ഭീഷണി തന്നെ ആയിരിക്കാം. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വിവരമനുസരിച്ച് മുസ്തഫ ഖമേനി ടെഹ്റാനിൽ തന്നെയുള്ള ഒരു ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നാണ് പറയപ്പെടുന്നത്. ടെഹ്റാനിൽ തന്നെയുള്ള സിന സർവകലാശാലയുടെ കീഴിലുള്ള ഒരു വലിയ ആശുപത്രിയിലാണ് ഇയാൾ ചികിത്സയിൽ കഴിയുന്നതെന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. മുസ്തഫയുടെ 2 കാലുകളും തകർന്നതായി പറയപ്പെടുന്നുണ്ട്. അതല്ല, ഒരു കാല് മാത്രമാണ് നഷ്ടപ്പെട്ടത് എന്നും പറയുന്നുണ്ട്. അതുപോലെ ഇയാളുടെ കരളിനും വയറിനുമെല്ലാം തന്നെ, ആന്തരിക അവയവങ്ങൾക്കെല്ലാം തന്നെ ഗുരുതരമായ തോതിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അമേരിക്കയും ഇസ്രായേലും സംയുക്താക്രമണം നടത്തിയ കഴിഞ്ഞ മാസം 28-ാം തീയതി അയത്തുള്ള അലി ഖമേനിയും കുടുംബാംഗങ്ങളും സുരക്ഷാ ജീവനക്കാരും എല്ലാം കൊല്ലപ്പെട്ട അതേ സമയം തന്നെ ഇയാൾക്കും പരിക്കേറ്റിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. മുസ്തഫയ്ക്കും പരിക്കേറ്റിരുന്നു. അന്ന് തന്നെ ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഒരുപക്ഷെ മുസ്തഫ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ള കാര്യം പോലും ഇപ്പോഴും വ്യക്തമല്ല. ഇവിടെ നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു കാര്യം, അമേരിക്കയും ഇസ്രായേലും നടത്തിയ ആക്രമണത്തെ തുടർന്ന് അയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടിട്ടും ഇറാൻ സർക്കാർ ജനങ്ങളെ അറിയിച്ചുകൊണ്ടിരുന്നത് അല്പസമയത്തിനകം ടെലിവിഷനിലൂടെ ഖമേനി രാജ്യത്തെ അഭിസംബോധന ചെയ്യും എന്നാണ്. പക്ഷേ അതിന് എത്രയോ മുമ്പ് തന്നെ ഖമേനി കൊല്ലപ്പെട്ടിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് പിന്നീടാണ് ലോകം മനസ്സിലാക്കിയത്. അതുപോലെ പുതിയ പരമോന്നത നേതാവിൻ്റെ പേരിൽ പ്രചരിക്കുന്ന ഈ ഒരു പ്രസ്താവനയും അയാൾ തന്നെ തയ്യാറാക്കിയതാണോ എന്ന് ആർക്കും അറിയില്ല. മാത്രമല്ല, ഇതിലെ ഭാഷ പരിശോധിക്കുമ്പോൾ ഇത് ഒരു സൈനിക ഉദ്യോഗസ്ഥന്മാർ എഴുതിയതുപോലെ തോന്നിക്കുന്നു എന്നാണ് പലരും പറയുന്നത്. ഹോർമൂസ് കടലിടുക്ക് ഞങ്ങൾ പൂർണ്ണമായും അടയ്ക്കുമെന്നും അമേരിക്ക നടത്തുന്ന ആക്രമണം നിർത്തിയില്ലെങ്കിൽ ഇനിയും അമേരിക്കയുടെ മറ്റു രാജ്യങ്ങളിലെ താവളങ്ങൾ ആക്രമിക്കുമെന്നൊക്കെയാണ് മുസ്തഫയുടെ പ്രചരിക്കുന്ന ഈ ഒരു സന്ദേശത്തിൽ പറയുന്നത്. അതേസമയം മറ്റൊരു വാർത്ത ഇപ്പോൾ പരക്കുന്നത് മുസ്തഫ കോമ സ്റ്റേജിൽ കഴിയുന്നു എന്നാണ്. കോമ സ്റ്റേജ് നമുക്കറിയാം, ഏതാണ്ട് മരിച്ചതിനൊപ്പം യാതൊരു പ്രതികരണ ശേഷിയുമില്ലാതെ നമ്മുടെ ശരീരം ഇങ്ങനെ അനങ്ങാതെ കിടക്കുന്ന ഒരു അവസ്ഥയാണ് കോമ സ്റ്റേജ്. മുസ്തഫ കോമ സ്റ്റേജിലായിരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല. മാത്രമല്ല, മുസ്തഫ ഖമേനിയെ സംബന്ധിച്ചിടത്തോളം ഇയാൾ ഇത്തരത്തിലൊരു പ്രസ്താവന തയ്യാറാക്കുകയോ അതല്ലെങ്കിൽ എവിടെയെങ്കിലും പ്രസംഗിക്കുകയോ ചെയ്യുന്നതെന്ന് തന്നെ ഇറാനിൽ ആരും കണ്ടിട്ടില്ല. അയത്തുള്ള അലി ഖമേനി എന്ന ഇയാളുടെ പിതാവാകട്ടെ അറിയപ്പെടുന്ന വലിയൊരു പ്രഭാഷകനും ആയിരക്കണക്കിന് ആളുകളെ ആകർഷിക്കാൻ കഴിയുന്ന രീതിയിൽ നന്നായി സംസാരിക്കാൻ കഴിയുന്ന നല്ലൊരു വാഗ്മി കൂടിയാണ്. അതേസമയം മകനാകട്ടെ അത്തരത്തിലുള്ള യാതൊരു കഴിവുകളും ഇല്ലാത്തൊരാളായിരുന്നു. ഒരുപക്ഷെ അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും അയത്തുള്ള അലി ഖമേനി തൻ്റെ വിൽപ്പത്രത്തിൽ എഴുതി വെച്ചിരുന്നത്, ഒരു കാരണവശാലും ഞാൻ മരിച്ചാൽ എൻ്റെ പിൻഗാമിയായി മുസ്തഫ ഖമേനിയെ നിയോഗിക്കരുത് എന്ന്. ഇപ്പോൾ ഏതായാലും എല്ലാവരും ആകാംക്ഷയോടുകൂടി തന്നെയാണ് ഈ ഒരു പ്രസ്താവന പറ്റി നോക്കുന്നത്. ഇത് ഒരിക്കലും മുസ്തഫ ഖമേനി എഴുതിയത് അല്ല എന്ന് തന്നെയാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. ഇയാൾ പരലോകത്തു നിന്നാണ് കത്തെഴുതിയത് എന്ന് പോലും പലരും ചോദിക്കുന്നുണ്ട്. കാരണം ഇതാകെ സംശയമാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും അവർക്ക് രഹസ്യമാണ്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങളെല്ലാം തന്നെ ഇസ്രായേൽ ആക്രമിച്ച് തകർത്തിട്ടുണ്ട്. ഭൂമിക്കടിയിലുള്ള അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രം വരെ തകർത്ത് തരിപ്പണമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ തങ്ങൾക്ക് വലിയ തിരിച്ചടിയേൽക്കും എന്നുള്ളത് ഉറപ്പാണ്. മുസ്തഫ ഖമേനി ചികിത്സയിൽ കഴിയുന്ന ആ ആശുപത്രിയിൽ വലിയ തോതിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നതാണ് പറയപ്പെടുന്നത്. മുസ്തഫ ഖമേനി അതീവ ഗുരുതരാവസ്ഥ തന്നെയാണ് ഇപ്പോഴും കഴിയുന്നതെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയുള്ള ഒരാൾ എങ്ങനെയാണ് പ്രസ്താവന പുറപ്പെടുവിക്കാൻ കഴിയുക എന്നാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പോൾ ഇറാനിൽ അരാജക ഭരണമാണ് നടക്കുന്നത്. കാരണം അവിടെ ഇപ്പോൾ കാര്യങ്ങൾ നോക്കാൻ ആരും തന്നെ ഇല്ല. വാളെടുത്തവനല്ല വെളിച്ചപ്പാട് എന്നുള്ള അവസ്ഥയിൽ
അവിടെയുള്ള സൈനിക മേധാവികൾ പ്രധാനപ്പെട്ട എല്ലാവരും കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഒരു തീരുമാനമെടുക്കേണ്ട അവിടുത്തെ പ്രധാനപ്പെട്ട കൗൺസിൽ അംഗങ്ങൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. പരമോന്നത നേതാവ് കൊല്ലപ്പെട്ട് പുതിയ നേതാവ് വന്നിട്ടും അയാൾക്ക് ബോധമുണ്ടോ ഇല്ലയോ, ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും ആർക്കും ഒരു നിശ്ചയവുമില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഈ ഒരു പ്രസ്താവനയെ പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ തന്നെ അർഹിക്കുന്ന പുച്ഛത്തോടു കൂടി തള്ളിക്കളയുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്.